ജില്ലാ ബാങ്കുകൾ ഇല്ലാതാക്കി കേരള ബാങ്ക് കൊണ്ടുവന്ന നടപടി പുനഃപരിശോധിക്കണമെന്ന് വി കുഞ്ഞികൃഷ്ണൻ എം.എൽ.എ. സംസ്ഥാനത്ത് ജില്ലാ ബാങ്കുകളിൽ പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ. സംസ്ഥാനത്ത് ജില്ലാ ബാങ്കുകൾ ഇല്ലാതാക്കി കേരള ബാങ്കുകൾ കൊണ്ടുവന്നത് പുനഃപരിശോധിക്കണമെന്നും അങ്ങനെയുള്ള നടപടിയെ പിന്തുണയ്ക്കുമെന്നും വി കുഞ്ഞികൃഷ്ണൻ എം.എൽ.എ. നിയമസഭയിൽ പറഞ്ഞു. സഹകരണ മേഖലയുടെ പ്രശ്നം പരിശോധിക്കുമ്പോൾ ജില്ലാ ബാങ്കുകൾ ഇല്ലാതാക്കി കേരള ബാങ്ക് രൂപീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോയി. ആ നടപടികളെ അന്ന് പിന്തുണച്ച ഒരാളാണ് ഞാൻ. കാരണം പ്രാഥമിക സംഘങ്ങളെ അതിൻ്റെ പുരോഗതിക്ക്, വളർച്ചയ്ക്ക് വളരെയേറെ സഹായകമായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അനുഭവം പരിശോധിക്കുമ്പോൾ കേരള ബാങ്കിനെ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നതല്ലാതെ പ്രാഥമിക സഹകരണ ബാങ്കുകളുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനോ PACSനെ സഹായിക്കാനോ സാധിക്കത്തക്ക രീതിയിൽ ഒരു സമീപനവും കേരള ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. LDF കേരള ബാങ്ക് രൂപീകരിച്ചപ്പോൾ അതിനെ പിന്തുണച്ച വ്യക്തിയാണ് ഞാനെന്നും എന്നാൽ പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് ഇതുകൊണ്ട് മെച്ചമില്ലെന്നും സഹകരണ സ്ഥാപനങ്ങൾ ക്രമക്കേടുകളുടെ കേന്ദ്രങ്ങളാവുന്നത് പരിഹരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. മുമ്പില്ലാത്ത വിധം വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ സഹകരണ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തടയാനാവശ്യമായ, തെറ്റ് ചെയ്യുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ സന്നദ്ധമാകുന്ന നിലയിലുള്ള ഇടപെടൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. ഈ ധനാഭ്യർത്ഥനയുടെ ഭാഗമല്ലെങ്കിലും സഹകരണ മേഖലയെക്കുറിച്ച് പറയുമ്പോൾ ആ മേഖലയിൽ റിട്ടയർ ചെയ്ത പെൻഷൻ ലഭിക്കുന്ന ഒട്ടേറെ ആളുകളുണ്ട്. കഴിഞ്ഞ 5 വർഷമായി ഒരു നയാ പൈസയുടെ വർധനവ് ലഭിക്കാത്ത ഒരു വിഭാഗമാണ് സഹകരണ പെൻഷൻകാർ. ഒരു സഹായവും കഴിഞ്ഞ 5 വർഷം അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. ഗവൺമെന്റ് നേരിട്ട് സാമ്പത്തിക ബാധ്യത വരുന്നതല്ല, പെൻഷൻ ബോർഡാണ് അത് നൽകുന്നത്. പക്ഷെ തീരുമാനമെടുക്കേണ്ടത് ഗവൺമെന്റാണ്. നിയമസഭയിലെ തന്റെ കന്നിപ്രസംഗത്തിൽ ദേശാഭിമാനിക്കെതിരെയും MLA പരാമർശിച്ചു. ബജറ്റിൽ UDF MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന വാർത്ത നൽകിയെന്നും ബജറ്റിൽ പദ്ധതികൾക്ക് ടോക്കൺ വയ്ക്കുന്നത് നടപടിക്രമമല്ലേ എന്നും കഴിഞ്ഞ 10 വർഷമായി മുൻ സർക്കാർ ചെയ്തതും ഈ രീതിയല്ലേ എന്നും ചോദിച്ച MLA KSRTCക്ക് മലയോരത്ത് കൂടുതൽ സർവീസ് ആരംഭിക്കണമെന്നും കൈത്തറി, ഖാദി തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കണമെന്നും സഹകരണ മേഖലയിലെ ജീവനക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കണമെന്നും കഴിഞ്ഞ സർക്കാർ ഇതിനായി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും പറഞ്ഞു. ദേശാഭിമാനിയിൽ വന്ന ഒരു വാർത്ത UDF MLA ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാണ്. 2 കാര്യം: ഒന്ന്, പലതിനും ടോക്കൺ എമൗണ്ടാണ്. 2, ചിലതിന് വിശദാംശങ്ങളില്ല എന്നതാണ്. ഇതിനു മുമ്പുള്ള ബഡ്ജറ്റുകളെല്ലാം പൂർണ്ണസംഖ്യ നീക്കിവെച്ചിട്ടാണോ എന്ന് ഞാൻ പരിശോധിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം LDF അവതരിപ്പിച്ച ബഡ്ജറ്റിലും ഭൂരിപക്ഷം ഇനങ്ങൾക്കും ടോക്കൺ എമൗണ്ടാണ്. പിന്നെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബഡ്ജറ്റാകുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. ആ നിലയിലുള്ള പ്രചരണമാണ് ദേശാഭിമാനി പത്രത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഏറ്റവും മെച്ചപ്പെട്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പയ്യന്നൂരിലെ ഖാദി കേന്ദ്രം. അവിടെ തൊഴിലാളികളുടെ കൂലി ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള സമീപനം ഉണ്ടാകണം. ഇതിൻ്റെ ധനാഭ്യർത്ഥനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുമ്പോൾ ആ കാര്യം കൂടി പരിഗണിക്കാൻ ഗവൺമെന്റ് സന്നദ്ധമാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. മാഡം, കൈത്തറി തൊഴിലാളികളുടെ അവസ്ഥയും ഇതിൽ നിന്ന് വ്യത്യസ്തമല്ല. അതും പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഉണ്ടാകേണ്ടതുണ്ട്. പയ്യന്നൂരിലെ അക്രമക്കേസുകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. എന്നാൽ അക്രമക്കേസുകളിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇത് എത്രയും പെട്ടെന്ന് സ്വീകരിക്കണമെന്നും MLA ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പയ്യന്നൂരിൽ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ അരങ്ങേറുകയുണ്ടായി. 22 FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്.
അതിൽ ഒരു FIR-ൽ മാത്രമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി പോലീസ് സന്നദ്ധമായത്. ഭരണസ്വാധീനത്തിൻ്റെ മറവിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു നിലപാട് സ്വീകരിച്ചത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ മുഴുവൻ കേസുകളിലും പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ ഇനിയും പരിഹരിക്കാനുണ്ട്. അതൊക്കെ പടിപടിയായി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമീപനം ഈ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക. 2023 ഏപ്രിൽ 1 മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ HUID നിർബന്ധമാക്കിയിരിക്കുന്നു. 100% ആഭരണങ്ങളും HUID മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ്, ചെറുപുഴ, ആലക്കോട്, പാടിയൊട്ടിച്ചാൽ, ഹോൾസെയിൽ ഡിവിഷൻ, തൃശൂർ.